നമസ്കാരം, കുട്ടികൾക്കും സുഭാഷ് സാറാണ്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മളിപ്പോ +2 കഴിയുന്ന കുട്ടികൾക്ക് അവരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. റിസൾട്ട് വരും ഉടൻ തന്നെ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ അടുത്തതിനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പല കുട്ടികളും ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ആകെ ഒരു വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ വരും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കരിയർ ഓപ്ഷൻസുകളെല്ലാം കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കൂടെ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം. ഇന്നത്തെ വിഷയം അതൊന്നുമല്ല. നമുക്ക് എല്ലാ കുട്ടികളും ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ ബിടെക്കിന് പഠിക്കുന്ന സ്റ്റുഡൻസ് ഏത് സെക്ഷൻ, ഏത് ബ്രാഞ്ചാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് മറ്റുള്ള ബ്രാഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുള്ളൂ. നിങ്ങൾ ആരാണേലും, നിങ്ങൾ ഏത് കുട്ടികളും, ഏകദേശം ഒരു 90% കുട്ടികളും കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഏറ്റവും നല്ല കോളേജിൽ. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് കഴിഞ്ഞ ചിലവ് ഒരു 10% അങ്ങനെയൊന്നും അല്ല, ഞാൻ പറഞ്ഞൊരു 90% ആൾക്കാർക്കും കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ ഈ സെക്ഷനെ നിങ്ങൾ മറ്റുള്ള ബ്രാഞ്ചുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യില്ല, കമ്പയർ ചെയ്യരുത്. എന്താണ് ഈ കമ്പ്യൂട്ടർ സയൻസും മറ്റുള്ള ബ്രാഞ്ചും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളതെല്ലാം നമുക്ക് വേണമെങ്കിൽ കണ്ടുപഠിക്കാം. നമ്മളൊരു ജോലിക്ക് കയറിയ ശേഷം വേണമെങ്കിൽ പ്രാക്ടീസിൽ കൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഡെവലപ്പ് ആവാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അത് പറ്റില്ല. ഇത് നമ്മൾ സ്വയം ഡെവലപ്പ് ആകേണ്ട ഒരു സംഭവം തന്നെയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ വേൾഡിൽ തന്നെയാണെങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് IT മേഖലയിൽ ഇൻഫോസിസ്. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ഇൻഫോസിസിൽ ഈ വർഷം തന്നെ 2 തവണ കൂട്ട പിരിച്ചുവിടൽ നടന്നിട്ടുണ്ട്. ഈ കൂട്ട പിരിച്ചുവിടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അത് ഈ ഇന്നത്തേത് ഏകദേശം 200+ കൂട്ട പിരിച്ചുവിടൽ നടത്തിയേക്കുന്നത്. ഫെബ്രുവരിയിലും ഇതേപോലെ ഒരു 300+, 400+ ആൾക്കാരെ, ഫ്രഷേഴ്സിനെയാണ് അവർ പിരിച്ചുവിടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മുടെ ക്യാമ്പസ് ഇന്റർവ്യൂക്കൂടെ പ്ലേസ്മെന്റ് കിട്ടിയ കുട്ടികളൊക്കെ ആയിരിക്കും. കാരണം അവർ പറഞ്ഞേക്കുന്നത് ഫ്രഷേഴ്സിന്റെ ഒരു എക്സാം ഒക്കെ നടത്തി എന്ന് പറഞ്ഞാൽ അവരെ കുറച്ചു നാളൊക്കെ ജോലിക്ക് എടുത്ത ശേഷമാണ് ഈ പിരിച്ചുവിടൽ നടക്കുന്നത്. നമ്മൾ ആദ്യം പ്ലേസ്മെന്റ് ഒക്കെ നടത്തി നമ്മൾ ജോലിക്ക് കയറി 2-3 മാസമൊക്കെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ പണിയൊക്കെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ എക്സാം നടത്തുന്നുണ്ട്. ആ എക്സാമിൽ ഫെയിൽ ആവുന്നവരെ എല്ലാവരും പിരിച്ചുവിടുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഏകദേശം 3 ലക്ഷം ആൾക്കാർക്ക് മേളിൽ നമ്മുടെ ഇൻഫോസിസിന്റെ കമ്പനി എല്ലായിടവും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യമല്ല. കഴിഞ്ഞ വർഷത്തെ അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 41,000 crores ആണ്. 41,000 കോടി രൂപയുടെ 7,000 രൂപ ലാഭമുണ്ട് താനും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 7,000 കോടി രൂപ ലാഭം അല്ലേ? പക്ഷെ ഈ 7,000 കോടിയൊന്നും അവർക്ക് പോരാ. അല്ലെങ്കിൽ ഇതിനെ നോക്കുന്ന ഒരു വലിയ ഏജൻസികൾക്ക് ഇതൊന്നും പോരാ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ IT മേഖല താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്നാണ്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. AI ഉത്ഭവത്തോടുകൂടി, മീൻസ് സ്റ്റാർട്ടിങ്ങോടുകൂടി ഇവന്റെ കുറച്ച് സാധാരണ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അത് നടന്നുകൊണ്ടേയിരിക്കും. അതുകൂടെ കണ്ടു വേണം നിങ്ങൾ പോകാൻ. അപ്പൊ നിങ്ങൾ പോകുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്കൊരു സ്വയം ഇതിനുള്ളിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഇനി പോകാവുള്ളൂ. മറ്റുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കാം. മുനിസിപ്പൽ, മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും മറ്റുള്ളതെല്ലാം നമുക്ക്, സിവിലൊക്കെ ആണെങ്കിലും നമുക്ക് ഡേ ബൈ ഡേ നമുക്ക് ഉയരാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഉയരണമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല, അത്ര ഈസി അല്ല. സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഡെവലപ്പ് ആവുന്ന രീതിയിൽ കൂടെ നമുക്കൊരു സ്വയം കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിന് പോകുന്ന ഒരു കുട്ടി അവര് ആലോചിച്ച് മാത്രം നല്ലൊരു കോളേജിൽ മാത്രം പോവുക. പ്ലേസ്മെന്റോട് ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ അതിനൊരു പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയാവും. 4 വർഷം കഴിയുമ്പോൾ നമുക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെടും, വർഷങ്ങൾ നഷ്ടപ്പെടും. രണ്ടും കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ നമുക്ക് പോലും താങ്ങാൻ പറ്റില്ല. വീട്ടുകാരൊക്കെ നിങ്ങളെ വളരെ പ്രതീക്ഷയോടെ കോളേജ് വിടുന്നു. നല്ല ഇത് കഴിയുമ്പോഴത്തേക്ക് ജോലി കിട്ടും, അവനോട്ട് പിന്നെ നമ്മുടെ കുടുംബം നോക്കും. ശരിയാണ്, അവനും ആഗ്രഹമൊക്കെ ഉണ്ട്, പോകുന്നവനും ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ചെന്ന് പഠിച്ചെടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റുള്ളൊരു ജോലി പോലെ അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ഇതിന് പോകാൻ. ഓക്കെ, ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പല കോളേജിലും ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുത്ത് മീൻസ് ഇപ്പൊ നമുക്ക് പല കോളേജിലും ക്യാഷ് കൊടുക്കുന്ന അറിയത്തില്ല എത്ര രൂപയാണെന്നൊക്കെ, പലരും പല രീതിയിൽ കൂടെയൊക്കെയാണ് റെക്കമെൻഡേഷൻ കൂടെ പോകാം. ക്യാഷ് ചിലപ്പം മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അതൊക്കെ ഹിഡനായിട്ട് അവിടെ കിടക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ഒരു കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അവിടെ പോകുന്ന ഒരു കുട്ടി നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോകാവുള്ളൂ. പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം നമ്മുടെ കഴിവ്. ഓരോരുത്തർക്കും അവരവർക്ക് മറ്റുള്ളവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതിലും കഴിവ് അവരവരെ അസസ് ചെയ്യാൻ അവരവർക്ക് പറ്റും. ഏറ്റവും കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് കുറച്ചെങ്കിലും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ പോകാവുള്ളൂ. ഓക്കെ, ഇതെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വന്നത്. ഇതിപ്പോ ഞാൻ ഇൻഫോസിസിന്റെ വന്നതുപോലെ തന്നെ പല കമ്പനീസ് TCS, CTS ഉണ്ട്. CTS പിന്നെ ഇന്ത്യയുടെ എല്ലാ വലിയത്തെയാണ്. വിപ്രോ ഉണ്ട്. ഇങ്ങനെ കുറെ കമ്പനീസുകൾ ഇന്ത്യയിൽ ടോപ്പായിട്ടുള്ള IT മേഖലകളുണ്ട്. ഇവരുടെ എല്ലാം ഇനിയിപ്പോ വരുന്ന പ്രവർത്തന ഫലങ്ങളെ കുറിച്ചും അവർ നേരത്തെ തന്നെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് പറഞ്ഞേക്കുന്നത്. ഇനിയെല്ലാം ലാഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഇല്ലാതിരിക്കത്തില്ല, ലാഭത്തിൽ പെർസെന്റേജ് നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് പാസ്സായിട്ടോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ കൂടെ ഒക്കെ ജയിച്ചു വന്നുകൊണ്ട് ഇവിടെ ജോലി കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ ഇപ്പൊ കാണുന്ന അവസ്ഥയിലൂടെ നമ്മൾ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ എല്ലാവരും മറ്റുള്ള മേഖലകളൊക്കെ നല്ലതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നതും ശരിയാണ് IT മേഖല തന്നെയാണ്. അതേപോലെ തന്നെ പിരിച്ചുവിടലും അതിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് ആലോചിച്ച് ഏത് കോഴ്സിന് പോയാലും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അവിടെ നിന്ന് നമുക്കൊരു ജോലി ഉറപ്പായിട്ട് നമ്മളെ തേടിയെടുത്തിരിക്കും. ഓക്കെ, ഇനിയുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ചാനലിൽ കൂടെ വരും. എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല കോളേജസുകൾ, വേണ്ട കോഴ്സുകൾ എല്ലാം രണ്ടുകൂടെ ചേരുന്ന ഏറ്റവും നല്ല കോളേജ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഏതൊക്കെയാണ് നല്ല കോളേജ് എന്നുള്ള എല്ലാം കൃത്യമായിട്ട് മാക്സിമം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.